നമ്മള് സ്വാസികയുടെ റീല് ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാസിക കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. സ്വാസികയുടെ ആ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി പണ്ട് തൊട്ടേ ആഗ്രഹിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ കാല് തൊട്ട് തൊഴുന്ന രീതി, ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ അവർക്ക് തന്നെ കഴുകി വെക്കണം. കുലസ്ത്രീ വർഷൻ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആൾക്കാരും ഫെമിനിസ്റ്റുകളെ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ലിവിങ് പാർട്ട്ണറായിട്ടോ അങ്ങനെ നമുക്ക് സെക്സിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കാം. എൻ്റെ പാർട്ട്ണറായിരുന്ന ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അയാൾ കയറി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. നവ്യനാരുടെ ഒരു Q&A ഉണ്ടായിരുന്നു, 100 വർഷമായെന്ന് തോന്നുന്നു, മകനുമായിട്ടുള്ള. അതിനകത്തില് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും അവനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അമ്മ എനിക്ക് കിച്ചണിൽ കയറാറില്ല, പിന്നെ ഞാൻ ഏത് ഫുഡിന്റെ പേര് പറയും. ശരിക്കും ഈ അടുക്കളയിൽ ഒരു സ്ത്രീ കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഭീകരമായൊരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആതിരെ, നമുക്ക് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാരുടെ അടിമകളാകുന്ന ഭാര്യമാര് കൂടി വരുന്നുണ്ടോ? അടിമകൾ എന്ന് വെച്ചാൽ ചിത്രം എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറയില്ലേ കുലസ്ത്രീകൾ എന്നുള്ള രീതിയിൽ കാല് തൊട്ട് വന്ദിച്ച് അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യും. നമ്മൾ സ്വാസികയുടെ റീല് ഇങ്ങനെ കണ്ടപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ആളുകൾ കുറച്ച് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കുറച്ചുകൂടി പഴമ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പണ്ടുള്ള സ്ത്രീകളൊക്കെ ചെയ്തിരുന്ന പോലത്തെ ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ട്രഡീഷനും കൾച്ചറും അങ്ങനെയൊക്കെ തന്നെ കാണാനാണ് എനിക്ക്, അങ്ങനെ മാത്രം കാണാൻ വേണ്ടിയിട്ട്. അതൊരു അടിമപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രശ്നമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് തൊട്ട് അല്ലെങ്കിൽ ശീലിച്ച് വന്ന ചില ആചാരങ്ങളൊക്കെ ഇല്ലേ, അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ചില ആൾക്കാരുണ്ട്. അത് ഇഷ്ടത്തോടെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, നിർബന്ധിച്ച് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയുണ്ട്. നിർബന്ധിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റ് ഞാനൊരു കപ്പ് കോഫി കൊണ്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന കാല് തൊട്ട് വന്ദിക്കുന്ന രീതി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതോ ഒരാൾ മാത്രം ചെയ്യുമ്പോഴായിരിക്കും ഈ പറയുന്ന അടിമപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് തൊട്ട് തൊഴുന്നത് ഇഷ്ടമാണ്, അപ്പം ഞങ്ങൾ ചെയ്യുന്നു. അതിലൊക്കെ അതൊരു കുലസ്ത്രീ വർഷനായി മാറ്റപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യം. ഇപ്പോൾ സ്വാസികയുടെ കാര്യം പറഞ്ഞല്ലോ, സ്വാസികയുടെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാസിക കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. സ്വാസികയുടെ ആ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി പണ്ട് തൊട്ടേ ആഗ്രഹിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ കാല് തൊട്ട് തൊഴുന്ന രീതി, അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ അവർക്ക് തന്നെ കഴുകി വെക്കണം. ഇതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു മാരേജ് ലൈഫിൽ അവർ സ്വപ്നം കണ്ട അവരുടെ ഒരു ഡ്രീം ആയിരുന്നു ആ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു പാർട്ട്ണർ എന്ന നിലയിൽ അതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് സ്വാസിക എന്ന് പറയുന്നത്. വിശ്വസിക്കാത്ത ആൾക്കാർ ചെയ്യേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരാളെയും കുലസ്ത്രീ ആക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ വന്ന് ചിത്രയോട് നാളെ തൊട്ട് പറയുകയാണ്, ചിത്രയ്ക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാല് തൊട്ട് തൊഴുതണം, അല്ലെങ്കിൽ ചിത്ര ഒരു നല്ല ഭാര്യയല്ല എന്ന് പറഞ്ഞ് ചിത്രയെ കൊണ്ട് ചെയ്യിക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ചെയ്യാം, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവരും ചെയ്യണം. ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാനാണ് നല്ല ഭാര്യ ടാഗ് ചെയ്ത് കൊടുക്കപ്പെടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും. ആതിരെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമില്ലേ, അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ചിത്ര നാളെ തൊട്ട് ഭർത്താവിൻ്റെ കാല് ഇങ്ങനെ വന്ദിക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതാണ് ഉത്തമയായ ഭാര്യ എന്ന് പറയുന്നവരാണ് ആക്ച്വലി കുലസ്ത്രീകൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാസികയുടെ കാര്യം തന്നെ പറഞ്ഞാൽ സ്വാസിക പറയുന്നത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഇപ്പം എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, ഓക്കെ ഞാൻ അങ്ങനെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ് എന്നുള്ളതാണ് അവരതിനകത്ത് പറയുന്നത്. പക്ഷെ നമ്മൾ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീ വന്നു എന്നുള്ളതാണ് കമന്റ്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ആളുകൾ എന്താണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മളത് പറഞ്ഞ് വേറൊരാളെ അടിച്ചമർത്തുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ശരി, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ആ കുലസ്ത്രീ മോട്ടീവ് ആവുന്നുണ്ടെന്നാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു റീൽ ഉണ്ടായിരുന്നു. അതിനകത്തില് കുറച്ച് ജെൻസി കുട്ടികളോട് ഒരാളെ വന്ന് ഒപ്പീനിയൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള പാർട്ട്ണറിനെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്ന് പറയുന്നു.
ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കൾച്ചറൊക്കെ പാലിച്ചു വരുന്ന, രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി ഭർത്താവിനെ നന്നായി നോക്കുന്ന, എനിക്ക് അങ്ങനത്തെ പെൺകുട്ടിയെ മതി എന്നൊരു കാര്യം ജെൻസി കുട്ടികൾ പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോർട്സ് ഒക്കെ ധരിച്ച് അല്ലെങ്കിൽ മുടിയൊക്കെ കളർ ചെയ്ത് അങ്ങനെ കുറച്ച് മോഡേൺ ആയിട്ട് നടക്കുന്ന സ്ത്രീകളെ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവരൊക്കെ മോശം സ്ത്രീകളാണ്, മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് ആ ഒരു കൺസെപ്റ്റ് ഞാൻ ജെൻസി കുട്ടികളുടെ വായിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. അതിന്റെ കമന്റ് ബോക്സിനകത്ത് ഞാൻ കണ്ടൊരു കമന്റ് ആണ് ഈ രീതിയിൽ കുലസ്ത്രീ വർഷൻ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആൾക്കാരും ഫെമിനിസ്റ്റുകളെ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ലിവിങ് പാർട്ട്ണറായിട്ടോ അങ്ങനെ നമുക്ക് സെക്സിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കുലസ്ത്രീകളെ പോയി കല്യാണം കഴിക്കുക, അതാവുമ്പോൾ നല്ലൊരു ഭാര്യയെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനൊരു കമൻറ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ കുലസ്ത്രീകളെ നമ്മൾ കുറ്റം പറയുകയും പക്ഷേ നമ്മുടേതായിട്ട് ഇടങ്ങളിലും നമ്മൾ മോട്ടീവ് ആവുന്നത് ഇതേ കുലസ്ത്രീകളിലേക്ക് പോകാൻ തന്നെയാണ്. നമുക്ക് താല്പര്യം ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് മതി എന്നൊരു തലങ്ങളിലേക്ക് ഒരു മോട്ടീവായി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കൂടുതലായിട്ടും ഇത്ര കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നത് ഞാൻ കാണുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഫെമിനിസം കൂടുതലായിട്ട് പറയുന്ന സ്ത്രീകൾ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വ്ളോഗർ ഉണ്ട് മൊട്ട എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഉള്ള പുള്ളി ഇതിനെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. പുള്ളിയാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന. കുറേയധികം പുരുഷന്മാരും ഉണ്ട്, പക്ഷേ കമ്പാരറ്റീവ്ലി സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്താണ് ഫെമിനിസം, ഈ പറയുന്ന കുലസ്ത്രീ വേർഷൻ എന്ന് പറയുന്നത് അടിമപ്പെട്ട് പോകുമ്പോൾ ഉള്ളൊരവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലാണ് ശരിക്കും മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതും വർഷങ്ങളായിട്ട് പാരമ്പര്യമായി ഇങ്ങനെ കൈമാറി വന്ന ചില കാര്യങ്ങൾ വീണ്ടും ഞാൻ ആ പാരമ്പര്യത്തിൽ ജനിച്ചിട്ടുണ്ട് എന്നൊരവസ്ഥ കൊണ്ട് ഞാൻ വീണ്ടും ചെയ്തു പോകുന്നൊരവസ്ഥ. കാരണം ഇപ്പൊ ഒക്കെ ചിത്രയ്ക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ഒരു മെൻസസ് ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഇപ്പൊ ചിത്ര ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്ന ഒരവസ്ഥ. അശുദ്ധി എന്ന് പറഞ്ഞാൽ കൃത്യമായി അശുദ്ധിയായി കാണുന്ന ഒരവസ്ഥ. ഇത് ട്രഡീഷണലായി ഈ പറയുന്ന നൂറ്റാണ്ടിലും ഇപ്പോഴും കൈ വന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് ആ സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിന്റെ ഒരു ചെറിയ വേർഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ വീട്ടിലൊക്കെ അതിന്റെ ചെറിയൊരു വേർഷൻ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്ന അതിന് സാധനങ്ങളൊക്കെ വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന, നല്ല ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ഒരു കബോർഡുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ മെൻസസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിൽ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോവില്ല. അതിനകത്ത് തൊട്ട് കഴിഞ്ഞ് അമ്മ വഴക്ക് പറയും. പിന്നെ എന്താ പറയാ, നമ്മൾ പിടിച്ച ചെടികളൊക്കെ വാടിപ്പോവും, തുളസിയിൽ പിടിക്കരുതെന്നൊക്കെ പറയും. അത് എന്താണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള സയൻസ് എന്നുള്ളത് ഞാൻ അന്നും തിരക്കിയിട്ടില്ല, ഇന്നും തിരക്കിയിട്ടില്ല. അത് ഓക്കെ പറയുന്നു, ഓക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ പിടിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാനിങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇതെന്താവണേന്നൊന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. ചിത്രയ്ക്ക് ഇപ്പൊ ചിത്രയുടെ ലൈഫിൽ അത് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരമില്ലേ? എന്നുവെച്ചാൽ ചിത്രയുടെ ജീവിതത്തില് ഈ പറയുന്ന സാധനം ഇപ്പൊ ഒരു പീരിയഡ്സ് ടൈം ആണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവിടെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ചിത്രയ്ക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നിർബന്ധിതമായി ഇതാണ് നമ്മുടെ സംസ്കാരം, ഇതിൽ കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ഇതേ രീതി തന്നെ ഈ പറയുന്ന ഫാമിലി റിലേഷൻഷിപ്പിലും ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഹസ്ബൻഡിന്റെ കാല് തൊട്ട് വന്നിച്ചില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയല്ല, നിങ്ങൾ ഭക്ഷണം കൃത്യമായി അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നല്ലൊരു ഭാര്യയല്ല, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയല്ല. ഈ ഒരു ടാഗിൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാണുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ കുലസ്ത്രീ വർഷൻ മഹത്വവൽക്കരിക്കപ്പെടുന്നതും അതേപോലെ ബാക്കി സ്ത്രീകളൊക്കെ എന്തോ മോശമാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നൊരവസ്ഥ. പലപ്പോഴും അതിൽ ഇരയാക്കപ്പെടുന്നത് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി എത്ര പുരുഷന്മാരോ അല്ലെങ്കിൽ എത്ര ഈ പറയുന്ന മറ്റ് സ്ത്രീകളോ ഒന്ന് വാദിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾക്കാണ് പലപ്പോഴും അതിനകത്ത് ഇരയാക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരിക്കലും ഒരു പുരുഷൻ, ഞാൻ അപ്പം തന്നെ കണ്ടൊരു കാര്യമാണ്, ആ ട്രാവലിൽ തന്നെ കണ്ട മറ്റൊരു കാര്യമാണ്. ഈ പറയുന്ന സ്ത്രീക്ക് മെൻസസ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് കുറേയധികം ഇവരൊരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 3 ആയ നിറയെ ഡ്രസ്സ് കലക്കിയിട്ടിരിക്കുക. അപ്പോൾ പുള്ളി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വന്ന് എന്നെ കാണിക്കുക, കണ്ടോ ഞാൻ ഇത്രയും അലക്കിയിട്ടു.
എന്നിട്ട് അത് അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അപ്പോഴാണ് ഈ ചേച്ചി എന്ന് പറയുന്നത് ഇവർക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് ഈ വീട്ടിൻ്റെ അകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവർ ഇവരുടെ തന്നെ ഒരു ചെറിയൊരു പെരക്കകത്തിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവരായിരുന്നു അത് കഴുകിയിടേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പുള്ളി അത് കഴുകിയപ്പോൾ അവിടെ ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് ഡെയിലി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര രീതിയിലുള്ള ആഘോഷിക്കപ്പെടലുകളോ അല്ലെങ്കിൽ എന്തോ ഒരു പുതിയ കാര്യം നടന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഞാനപ്പോൾ വിചാരിച്ചൊരു കാര്യം, ഇതൊരു നോർമൽ സാധനമല്ലേ, നമ്മുടെ വീട്ടിലെ വസ്ത്രങ്ങൾ നമ്മൾ അലക്കിയിട്ടു, അതിലിപ്പോൾ ആരലക്കി ഇടുന്നു എന്നുള്ളത് തന്നെ ഇത്ര വലിയ രീതിയിൽ, അല്ലെങ്കിൽ രണ്ടുപേരും അലക്കുമ്പോൾ ഒരേപോലെ ഇത്രയും അധികം കാര്യം ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേക്കും ഓക്കെ അത് ചെയ്യില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ചെയ്തിട്ടേ ഇല്ലാത്ത ഒരാളാണ് അതങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവിടെ പിന്നെ ആ ഒരു വേർതിരിവ് വരുന്നുണ്ട്. കാരണം ഒരാണ് അത് ചെയ്യാറില്ലാത്തതുകൊണ്ട് അവരെ ചെയ്യിപ്പിക്കുന്നേ ഇല്ലാത്തൊരവസ്ഥയിൽ ഓക്കെ അവരങ്ങനെ ചെയ്യുമ്പോഴേക്കും കൈയടിക്കും നമ്മൾ. പക്ഷേ പെൺകുട്ടികൾ ഇത് ദിവസവും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ അവർ ചെയ്യാറില്ലല്ലോ, അവരെന്നാലും അത് ചെയ്തല്ലോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇത്രയും വലിയതായിട്ട് മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്കും തോന്നിയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ദഹിച്ചെന്ന് വരില്ല. പക്ഷെ അടുക്കള കയറാത്ത സ്ത്രീകളെ ആ കൺസെപ്റ്റിനെ പറ്റി ചിത്രയ്ക്ക് എന്താ അഭിപ്രായം? കേറാണ്ടിരിക്കാനും ഞാൻ കേറാറില്ല. അല്ല, ഈ അടുത്തിടയില് നവ്യനാരുടെ ഒരു Q&A ഉണ്ടായിരുന്നു, 1 വർഷമായെന്ന് തോന്നുന്നു, മകനുമായിട്ടുള്ള. അതിനകത്തില് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും അവനോട് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, അമ്മ എനിക്ക് കിച്ചണിൽ കയറാറില്ല, പിന്നെ ഞാൻ ഏത് ഫുഡിന്റെ പേര് പറയും. ശരിക്കും ഈ അടുക്കളയെ ഒരു സ്ത്രീ കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഭീകരമായൊരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. ഇപ്പോഴും പലയിടങ്ങളിലും കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ കല്യാണ ആലോചനയായിട്ട് ചെല്ലുമ്പോൾ പെൺകുട്ടിക്ക് എന്ത് ഉണ്ടാക്കാൻ അറിയാം എന്നൊരു ചോദ്യമുണ്ട്. കുക്ക് ചെയ്യാൻ അറിയാമോ, ആഹാരം ഉണ്ടാക്കാൻ അറിയാമോ? അതൊരു സ്കില്ലായിട്ടൊന്നും അല്ല കാണുന്നത്. ഇത് മറ്റേ പാരമ്പര്യമായിട്ട് ഇത്രയും നാളെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീടിന്റെ അധികാരം എന്ന രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനോ അതേപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കാനോ അവിടെയുള്ള ആൾക്കാരുടെ കാര്യം നോക്കാൻ ഒരു ചുമതല, ഒരു ജോലി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഈ പറയുന്ന ഡിമാൻഡബിൾ ആയിട്ട് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇത് നോർമലൈസ്ഡ് ആയി മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ കേറാനും കേറാണ്ടിരിക്കാനും ഒരാൾക്ക് ഇതുണ്ട്. എനിക്കിപ്പോ കേറാൻ തോന്നുന്നില്ല, ഞാൻ കേറുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു സർവൈവലിന്റെ ഭാഗമാണ്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സർവൈവലിന്റെ ഭാഗമാണ്. നമ്മളൊരു ഫാമിലിയിലേക്ക് മാറി താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കോ ഒക്കെ പോകുമ്പോഴേക്കും നമുക്കത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും, പൈസ ഇതാവും. ഇതൊക്കെയാണ് ആ തോട്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത്. ആൾക്കാർ ഇതിനെ മനസ്സിലാക്കുന്നത് ഓക്കെ കല്യാണം കഴിച്ച ഭർത്താവിന് ഊട്ടാനായിട്ടുള്ള ആളാണ് ഭാര്യ, അപ്പൊ ഭാര്യ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു പുതിയ പെൺകുട്ടി കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും അവൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ മോൻ എങ്ങനെ ഫുഡ് കഴിക്കും? ആ മോന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, മോനാണ്. ഒരാളും ഈ പറയുന്ന സ്കില്ല് ഈ പറയുന്ന ആൺകുട്ടികൾ കൊണ്ടുവന്ന് ചോദിക്കുന്നില്ല. കുക്ക് ചെയ്യാൻ അറിയാം. നല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കാര്യം ഇതായിരിക്കും, നിങ്ങൾ ഭർത്താവിന്റെ അല്ലെങ്കിൽ വരുന്ന പ്രപ്പോസലില് അയാളുടെ ജോലി നോക്കുന്നില്ലേ, പൈസ നോക്കുന്നില്ലേ? ഇത് തന്നെ തിരിച്ചു നോക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നതോടൊപ്പം തന്നെ എക്സ്ട്രാ സ്കില്ലായിട്ട് നോക്കുന്ന ഈ ഒരു കുക്കിംഗ് സ്കില്ല് നോക്കുന്നുണ്ട്. ഇതേ രീതി തന്നെ അപ്പുറത്തേക്ക് നോക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം ഒരു ദിവസം നമുക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുക്ക് ചെയ്യാൻ അറിയണമല്ലോ. അതെ, ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ പാർട്ട്ണറായിരുന്ന ആളുടെ അടുത്ത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അയാൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മളത് ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടി പറയുന്നതോ അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്ന അത് ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്. അതൊരു സ്കില്ലാണ്. ശരിക്കും പറഞ്ഞാൽ ആ കഴിവുള്ള ആൾ നല്ല ആളാണ്. അവൻ അത് ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവും അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പക്ക അടിപൊളി ഒരു മനുഷ്യനാണ്. അതിപ്പോൾ പെൺകുട്ടി ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നല്ല ആൺകുട്ടികളെ കാണാനില്ല, നല്ല പെൺകുട്ടികളെ കാണാനില്ല, എന്തൊക്കെ കേൾക്കണമെന്നറിയോ? എന്തുകൊണ്ട് ഇവർ ഈ പറയുന്ന നല്ല ആൾക്കാരെ കാണുന്നില്ല? എനിക്ക് തോന്നുന്നു ഒരു 80s 90s കാലഘട്ടത്തിലുള്ള ആ ഒരു തലങ്ങളിലേക്ക് മാറിയിട്ട് ഇപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്യാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 70% പുരുഷന്മാരായിരുന്നു ഒരു ഹൈ ക്വാളിറ്റി ജോബിലൊക്കെ ഇരുന്നിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, ആദ്യമായിട്ടുള്ള പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആദ്യമായിട്ട് ചില 1-2 വുമൻസ് മാത്രമൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളൂ, പല ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വന്നപ്പോ മൊത്തം ഒരു ഇക്വാളിറ്റി സൈഡിലേക്ക് പോയി. കാരണം എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോകുന്നുണ്ട്, അത്യാവശ്യം പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെ ആൾക്കാരും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ എന്നാലും
പോകുന്നുണ്ട് എന്നുള്ളൊരു രീതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും പലയിടത്തും ആ ഒരു ഇക്വാളിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായി കിട്ടുന്നില്ല. അതൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടെന്ന് വെച്ചോ, ആ കുട്ടി ഉണ്ടെങ്കിൽ രാവിലെ ആ കുട്ടീനെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് ജോലിക്ക് പോകുന്ന പെൺകുട്ടികളുള്ള വീടുകളുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഹസ്ബൻഡുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. രാവിലെ അവർ വരുന്നു, ഭയങ്കര വർക്ക് ലോഡാണ്, ഓക്കെ, ഈ വർക്ക് ലോഡുള്ള അപ്പുറത്തെ ഉള്ള വൈഫും ഇതേ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സിറ്റികളിലേക്കൊക്കെ വരുമ്പോൾ അത്ര വലിയ പ്രശ്നം കാണുന്നില്ല. അതെ, ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് പോയാലും വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒരു കുറച്ചുകൂടെ റൂറൽ ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായി ഒരു കുലസ്ത്രീ വെർഷനിലേക്ക് നമ്മളെ വീണ്ടും വലിച്ചുകൊണ്ടിടുന്നതാണ്. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡയലോഗാണ്, എൻ്റെ അമ്മയും പ്രസവിച്ചിട്ടുള്ളതാണ്, എൻ്റെ അമ്മ എന്നെ നോക്കിയപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ, നിനക്കൊക്കെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ. ഈ രീതിയിൽ വീണ്ടും പക്ഷെ നിങ്ങളൊരു നല്ല ഭാര്യ ആവണമെന്നുണ്ടെങ്കിൽ ഈ ജോലി, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, എന്നിട്ട് ജോലിക്ക് കൂടെ പോവുകയാണെങ്കിൽ പെർഫെക്റ്റ് ഭാര്യയാണ് നിങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്ര പോരാ. അല്ലെങ്കിൽ കമ്പാരിസൺ അപ്പുറത്തെ വീട്ടിലെ ഭാര്യയെ കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടുള്ള ജീവിതമാണത്. മനോഹരമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ എൻ്റെ അകത്ത് പോയി നോക്കണം എന്നുള്ളൊരു അവസ്ഥയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ കുലസ്ത്രീ വേർഷൻ്റെ ഒരു മോട്ടീവ് ഒരു രീതിയിൽ ഇവിടേക്ക് വരുന്നുണ്ട്, അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകൾ മാത്രം പറ, കുലപുരുഷന്മാരും വരട്ടെ എന്നുള്ളൊരവസ്ഥയാണ്. രണ്ടോടെ ആകുമ്പോൾ അവിടെ ഈക്വാളിറ്റി ഉണ്ടായിക്കോട്ടെ. ആരും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അവരവരുടെ ജീവിതം ജീവിക്കാനായിട്ട് അവർക്ക് ഇങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ.